പരസ്യപ്രചാരണത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണ രംഗത്ത് സജീവമാണ് തമിഴ്നാട്ടിലെ മുന്നണികൾ. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പ്രതിപക്ഷ നേതാവ് പളനിസ്വാമിയും വിവിധയിടങ്ങളിൽ പ്രചാരണത്തിലാണ്. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ തമിഴ്നാട്ടിലെത്തും. പൊള്ളാച്ചിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സമീർ, ഏത് രീതിയിൽ പുരോഗമിക്കുന്നു പ്രചാരണം? പരസ്യപ്രചാരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പരമാവധി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. റോഡ് ഷോ ആയിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങൾ അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, അതുപോലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, അതുപോലെ DMK-യുടെ പ്രധാനപ്പെട്ട നേതാവ് സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ അവരുടെ മണ്ഡലം, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇനി ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ടാവുക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, AIDMK-യുടെ ഘടകകക്ഷിയായിട്ടുള്ള BJP-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് ഉണ്ടായിരുന്നു. ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആ ചടങ്ങ്. അത് മറ്റൊന്നുമല്ല, അവിടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങായിരുന്നു. BJP-യുടെ മുൻ ദേശീയ അധ്യക്ഷൻ JP നദ്ദ എത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പ്രകടന പത്രിക പുറത്തിറക്കിയത്. സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വിവിധ പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പദ്ധതികൾ, അതുപോലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഈ പ്രകടന പത്രികയിൽ അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പ്രചാരണത്തിന് എത്തുകയാണ്. തമിഴ്നാടിൽ വലിയ ഒരു മുന്നേറ്റം AIDMK-ക്ക് NDA-ക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, DMK-യും AIDMK-യും തമ്മിലാണ് പ്രധാന പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ TVK, അതായത് ഇത്തവണത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ നടൻ വിജയുടെ ഈ പാർട്ടി, ആ പാർട്ടി എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും വാശിയേറിയ മത്സരമാണ് ഓരോ മണ്ഡലത്തിലും നടക്കുന്നത്. വലിയ പോരാട്ടം തന്നെ, വലിയ പ്രചാരണ പരിപാടികൾ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് കാണാനാവുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഷിജു ചിറ്റുവിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.